ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ആരവ്. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ഉണ്ടോ ഗായ്സ്, ഗ്രാനി 3. അപ്പോൾ വിത്ത് അപ്പാപ്പനാണ്. അമ്മാവായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പാപ്പനാണ്, വിത്ത് അപ്പാപ്പൻ. അപ്പോൾ നമ്മുടെ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ഉണ്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കളി തുടങ്ങാം. അപ്പോൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുള്ളൂ. നമുക്ക് കളി തുടങ്ങാം ഗൈസ്. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡേ 1. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം ഗൈസ്. നമ്മൾ എണീറ്റിരിക്കുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ നേരത്തെ ഒരു വെഡിങ് കൊണ്ട് കിടന്നതായിരുന്നു. ഇപ്പോൾ എണീറ്റിരിക്കുന്നു. നമുക്ക് ഈ ലോക്ക് തുറക്കണമെങ്കിൽ ഈ കളിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഇതാണ് ഗൈസ്, ലോക്ക് തുറക്കൽ. ഒരു പണിന്ന് വെച്ചാൽ പണിയാണ് ഗൈസ്. എല്ലാത്തിനും അവന്മാർ ലോക്ക് ഇട്ട് വെക്കും ഗൈസ്. നമുക്ക് ട്രെയിനിൻ്റെ ആക്സിലേറ്റർ കിട്ടിയിട്ടോ. അയ്യോ, ഞാൻ തുറന്നു വിചാരിച്ച് വിട്ടാണ് ഗൈസ്, വീണ്ടും പോയി. ട്രെയിനിൻ്റെ ആക്സിലേറ്റർ കിട്ടി ഗൈസ്. നമുക്ക് അതും പൊക്കി പിടിച്ചുകൊണ്ട് പോകാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. നമുക്കത് ഇവിടെ ഇടാം ഗൈസ്. നമുക്കന്ന് അങ്ങോട്ട് പോയിട്ടും വരാം. റോബോട്ട് പുറകെ വരുന്നുണ്ട്. അടിച്ച് പക്ഷേ ഇവിടെ ഒന്നുമില്ല ഗൈസ്. സാധാരണ ഈ ഭാഗത്തായിട്ട് വെപ്പണിക്ക് ഫസ്റ്റ് തന്നെ കിട്ടാറുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. എനിക്ക് നേരത്തെ ഒരു വാതിൽ തുറന്ന പോലത്തെ സൗണ്ട് കിട്ടു ഗൈസ്. അപ്പം വരുന്നുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. ഡൗട്ടേ ഉള്ളൂ, വരുന്നോന്ന് അറിയില്ല. പക്ഷെ വരുന്നുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? പോയി നോക്കിയാലോ? നോക്കാം ഗൈസ്. അപ്പോൾ ഇല്ല ഗൈസ്, അപ്പം വരുന്നില്ല. ചിലപ്പോൾ ഈ വാതിൽ തൊട്ടപ്പുറത്ത് തന്നെ അപ്പാപ്പ നിൽക്കുന്നുണ്ടാവും. ഗൈസ്, അപ്പം പുറത്തേക്ക് പോയിക്കാൻ തോന്നുന്നു. ഫ്യൂസോ? ഞാനൊന്ന് പുറത്ത് പോയി നോക്കാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പ്ലാന്റ് അവിടെ ഇരിക്കുന്നത് നോക്കുക ഗൈസ്, അട്ടത്ത്. അയ്യോ, അപ്പാപ്പനല്ലേ ഗൈസ്. നമുക്ക് കുനിഞ്ഞു പോകാം. അമ്മേ, കണ്ട് ഗായ്സ്, കണ്ട് അപ്പാപ്പൻ കണ്ട്. ജസ്റ്റ് മിസ്, വെടികൊണ്ടില്ല. അത് വേഗം ഓടാൻ ഗായ്സ്, അല്ലെങ്കിൽ അപ്പാപ്പൻ പണി തരും. നമുക്ക് ഈ സൈഡിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് വേഗം അവിടെ തപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പാം. ഒന്നുമില്ല. വരുന്നുണ്ട് അപ്പാപ്പൻ. നമുക്ക് ആദ്യം കാര്യം ചെയ്യും, ലോക്കൊന്ന് തുറന്നിടാം. അപ്പം ചിലപ്പോൾ ഇതേനെ വരും ഗൈസ്. അപ്പം അങ്ങനെ ഒരു കളറാണ്. കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെ ആൾ വരും. പതുക്കെ ഗൈസ് അതിലൊക്കെ തുറന്നു നോക്കാം. എന്തൊരു സൗണ്ട് കേട്ടത്. ആള് വന്നോ? വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ തപ്പണോ? കാര്യം നോക്കേ. ഇതാരെ കൂട്ടിയിട്ട്
അവിടെയാണല്ലേ. പക്ഷെ ഞാൻ ചോദിച്ചു ആയി വാതിൽ സൈഡിക്കൊന്ന് പോകാം. നമുക്കെന്നിട്ട് ഇതിനൊന്ന് പോവാം. നമുക്ക് ആദ്യം കൊണ്ട് ഒരു കല്ലെങ്കിലും പെറുക്കാം. ഒരെണ്ണം മതി ഗൈസ്. കാരണം സ്ലിംഗ് ഷോട്ട് എടുത്താൽ ഒരെണ്ണം കൊടുത്താൽ തന്നെ അതവിടെ തല ഇറങ്ങി നിൽക്കും. അത് ഗ്യാപ്പിൽ നമുക്ക് ആളുടെ തോക്കും വാങ്ങി എണ്ണം പൊട്ടിച്ച ആളവിടെ എടുക്കും. പിന്നെ 2.5 മിനിറ്റ് നമ്മുടെ വിലപ്പെട്ട 2.5 മിനിറ്റ് നമുക്ക് വീട് മുഴുവൻ പറ്റുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. അകത്തേക്ക് കയറിയാലോ ഗൈസ്. ഗൈസ് അപ്പാപ്പനെ കാണാനില്ല ഗൈസ്. നമുക്ക് വേഗം പോയി നോക്കിയാലോ. എക്സ്പ്ലോർ ചെയ്യാൻ ഗൈസ്. ഇവിടെ കേബിൾ ജനറേറ്റർ ഉണ്ട്. നമുക്ക് മുകളിലേക്കൊന്ന് വേഗം പോവാം. തുറന്നിട്ടിരിക്കുന്ന അപ്പാപ്പുണ്ട്. നമുക്ക് ആദ്യം കാക്കയുടെ അടുത്തേക്ക് പോവാം. കാക്കയുടെ മൂട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. ട്രെയിനിക്കൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഗൈസ്. നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഗൈസ് ക്യോയിൻ ഉണ്ട് ഗൈസ്. ക്യോയിൻ എനിക്കിതാണ് ഗൈസ്. വാതിൽ തുറക്കുന്ന സൗണ്ട് പോലെ കേൾക്കാനുണ്ട്. അതുകൊണ്ട് പേടി ഇറങ്ങാൻ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കാം ഗൈസ്. നമ്മൾ കുറച്ച് നേരം അതാ വരുന്നോ ഗൈസ് അപ്പൂപ്പൻ. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു. നേരത്തെ കണ്ടില്ല. ഇതാ വരുന്നു ഗൈസ്. ആളുകൾ കയറുമോ? വലിയല്ലേ. ഞാനും പേടിച്ചു ഗൈസ്. അയ്യോ അങ്ങോട്ട് വീഴും. പോയാ ഇതാ പോണു ഗൈസ് ആള്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ചൊരു എന്താ അപ്പം ആളെ കണ്ടില്ല. നമുക്ക് പതുക്കെ ഇറങ്ങാൻ കഴിയും. ഒരു കല്ലുണ്ട് നമ്മുടെ കയ്യിൽ. വെപ്പണിക്ക് കിട്ടിയാൽ അതിൻ്റെ അടുത്ത് പൊട്ടിക്കായിരുന്നു. വേഗം നമുക്ക് ഈ വാലിൽ നിന്ന് തുറന്ന് എക്സ്പ്ലോർ ചെയ്യാം. മാച്ച് ബോക്സ് ഒരെണ്ണമില്ല. ഇയാൾ ഇങ്ങനെ പോയിക്കളെന്ന് തോന്നുന്നു. നേരത്തെ ഈ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ തുറന്നു വെക്കുന്നു. ഇവിടെ ആള് ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഗൈസ്. പറയാൻ പറ്റില്ല. നമുക്ക് വേഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെ നോക്കാം എന്തെങ്കിലും കിട്ടിയാലോട്ടെ. ഇവിടെയൊക്കെ ചിലപ്പോൾ വെപ്പണിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൈസ്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞല്ലേ വെപ്പണിക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന. പൊളി വെപ്പണിക്ക് നമുക്ക് കിട്ടി. ഞാൻ അപ്പൂപ്പ നീ ഇങ്ങോട്ട് വായോട്ടോ. മന്നെ പൊട്ടിക്കും. നോക്കോ. എനിക്കൊരു ഇതിൻ്റെ കുറവുണ്ട്. ഒരു തലകറക്കത്തിൻ്റെ കുറവുണ്ട്. ആ തലകറക്കം ഞാൻ കല്ലെറിഞ്ഞ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ തോക്കുണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം അവിടെ ആളൊന്നും കാണില്ല. നമുക്കൊന്ന് വേഗം പോവാം. അപ്പം പോയാലോ ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട്. നീ ഇങ്ങോട്ട് വാടാ പൂപ്പ. ഇങ്ങോട്ട് വാടാ. ഞാൻ കൊല്ലൂടാ. നോക്കോ. ഇപ്പോൾ സ്ലിംഗ് ഷോട്ട് കൈ വന്നതോടെ പേടിയൊക്കെ ചെറുതായി പോയിട്ടുണ്ട് ഗൈസ്. അതാ വരുന്നു. നീ വാടാ. അതാണ് ഇങ്ങോട്ട് വാ. ആ തോക്കും തന്നെ ഉപകാരം. എന്നെ മോട്ടത്തല ഇങ്ങോട്ട് കാണിക്കും. വിലപ്പെട്ട 2.5 മിനിറ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് ഈ ആമോ എടുത്തിട്ട് നമുക്ക് വേഗം ഒന്ന് പോവാം.
പോയിട്ട് നമുക്ക് നമ്മുടെ കാക്കേനെ വെടിവെച്ച് നമ്മുടെ കോയിൻ എടുക്കാം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ റോബോട്ട് അലമ്പാക്കും. ഓടെ അവിടുന്ന് ആരോടെ കളിക്കണേ യാരവിനോട് ഇങ്ങോട്ട് ബാ നമുക്ക് നേരെ പോവാ ഗൈസ്. പിന്നെ അതിന് മുന്നേ ഇവിടെ തൊട്ടടിയിട്ടൊക്കെ മറ്റേ ഇത് കണ്ടു എന്തായിരുന്നു സേഫ്റ്റി. അപ്പം അത് നമുക്ക് എടുക്കാം. ഇവിടെ എവിടെയോ ഞാൻ സേഫ്റ്റി കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? അടിയിലത്തെ ഫ്ലോറിലാന്ന് തോന്നുന്നു. നമ്മൾ സേഫ്റ്റി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ നമ്മൾ ഈ അടുക്കളയുടെ ഇവിടെ എവിടെയാണ് ഞാൻ കണ്ടത്. ഇവിടെ എവിടെയാണ് ഞാൻ കണ്ടത് ഗൈസ്. ഇതിലാന്ന് തോന്നുന്നു. ഇതിലല്ലേ, ഇതേപോലത്തെ ഒരു സ്ഥലത്തിലാണ് ഞാൻ കണ്ടത്. എവിടെയാണത്? സേഫ്റ്റി നമ്മൾ എവിടെയായിരുന്നു കണ്ടത്? ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ നേരത്തെ എവിടെയോ ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് വേഗം പോയിട്ട് ടിക്കറ്റ് എടുത്ത് മറ്റേ റോബോട്ടിന് കൊടുക്കാം. ടിക്കറ്റ് എടുത്തു. നമുക്ക് ഇതും എടുക്കാം, ആക്സിലേറ്റർ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കുത്താം. എന്നാ റോബോട്ടെ ഇറക്കടാ വന്നു വാ നീ. ട്രെയിനിക്ക് ശരി മറന്നു ഗൈസ്. നമുക്ക് ഇനി വേറെ സാധനങ്ങളിലപ്പം പോകാം. ട്രെയിനിക്ക് ഇവിടെ ഉണ്ടോ ആള്? ഡൗട്ട്. ഇപ്പം ഗൈസ് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്കത് എടുക്കാം. ഞാള് ഇപ്പം വരുമായിരിക്കാം അല്ലേ? അതാ വന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ തോക്കില്ല ഗൈസ്. നമുക്ക് വേഗം തോക്ക് എടുത്തിട്ട് വരാം. അയ്യോ ഞാൻ മുകളിലല്ലിട്ട് ഗൈസ്. ശരി മറന്ന മറ്റേ കാക്കേനെ കൊന്നപ്പോൾ ഞാൻ അവിടെ ഇട്ടു ഗൈസ്. അയ്യോ ഇതിലുണ്ടില്ല, ഇതിലില്ല. അയ്യോ വിട്ടോ, ചെറിയ പേടി ഗൈസ്. അയ്യോ അതിലാകെ ഉണ്ടായിരുന്നു. ഞാൻ അത് കാക്കയ്ക്ക് വേണ്ടി കൊടുത്തു. ഇതാണ് നമ്മുടെ ഷോർട്ട് ഗൺ. നമ്മുടെ ട്രെയിനിൻ്റെ കാറിൻ്റെ അതിലുണ്ട് ഗൈസ്. ഉണ്ടാ നമുക്ക് വേഗം കാറിൻ്റെ അതിന് പോവാം. ഗൈസ് നമ്മുടെ ഷോർട്ട് ഗൺ ആമോ നമുക്ക് വേഗം അപ്പാത്തിന് നമ്മൾ ജയിക്കാതെ കളി വിടില്ല ഗൈസ്. വിടില്ലെന്ന് പറഞ്ഞാൽ ആരെയും കളി വിടില്ല. വരണു നീ കുറേ നേരായി. അപ്പാപ്പനെടുത്ത് കൊടുത്തു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ പ്ലാങ്ക് അവിടെ ഉണ്ട് ഗൈസ്. പ്ലാങ്ക് എടുത്തിട്ട് നമുക്ക് വേഗം അതിൻ്റെ മുകളിൽ പോയിട്ട് ട്രെയിനിൻ്റെ കീ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. വേഗം അത് നോക്കാം. കേറില്ല. എന്താണ് ഗൈസ് നമ്മൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ. നേരത്തെ മറ്റേ പ്ലാങ്ക് എടുക്കാൻ വേണ്ടി പോയിപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചാടിയപ്പോൾ അങ്ങനെ നമ്മുടെ മറ്റേ ഷീറ്റില്ലേ, ഷീറ്റിൻ്റെ ആ ഭാഗം നമ്മൾ ചാടാറുള്ളത് അവിടേക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിയതാണ്. നമ്മൾ ചത്തൊടുങ്ങി മരിച്ചു ഗൈസ്. ഞാൻ നോക്കുക സാധാരണ ഞാൻ ഈ സൈഡിൽ കൂടി ഞാൻ പോവാറ്. ഇന്നൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇങ്ങനെ ഞാൻ ചാടാറുള്ളൂ. ഞാൻ നേരത്തെ ഡയറക്റ്റ് ചാടി ഗൈസ്. എന്നിട്ട് ഞാൻ ചത്തു.
ഈ പ്ലാൻ ഉണ്ട്, നമുക്ക് പ്ലാൻ നോക്കി കൊണ്ട് പോവാം. അയ്യോ ഇങ്ങോട്ട് കയറാൻ ആണല്ലേ പ്രശ്നം. നമുക്കൊരു കല്ല് പെറുക്കാലോ കൈ. ഞെങ്ങാനെ അപ്പൂപ്പൻ വന്നാ അയ്യോ അപ്പാപ്പൻ കണ്ടു കൈസ്. എവിടെ അപ്പാപ്പൻ? ഞാൻ ഒന്നും കണ്ടില്ല. അതാ കൈസ് അപ്പാപ്പന് വെടിയൊക്കെ അറിയില്ല. ഇങ്ങനത്തെ ഒരു ആളാണ്. നമുക്ക് നൈസായിട്ട് പോവാം. അയ്യോ അയ്യോ ഇതെന്താ പറ്റിയ ഗൈസ്? അയ്യോ ഞാൻ കൊള്ളില്ലാന്ന് നീങ്ങില്ല, പക്ഷെ കൊണ്ടു. അയ്യോ അയ്യോ ഗൈസ് ഡേ 3 ആയി ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഗൈസ് എന്താ ഉണ്ടായെന്ന്. പക്ഷെ ഞാൻ അത് കാറിൻ്റെ അവിടെ വന്നപ്പോൾ കൊള്ളില്ലാന്ന് വിചാരിച്ച. എന്താ ഉണ്ടായി ഗൈസ്? ഡേ 3 ആയി. ഡേ 3 ആയി ഗൈസ്. അവിടെ പ്ലാങ്ക പുറത്ത് എടുക്കണ്ടേ, വേഗം അത് പോയെടുക്കാം. നിർത്താതെ പോകുന്നതാണ് ഗൈസ് അടിപൊളി. അല്ലെങ്കിൽ പിന്നെ അപ്പാപ്പൻ്റെ അടുത്ത് എടുക്കാം. അപ്പാപ്പൻ നമ്മളെ കണ്ട് ഗൈസ്. സോ ഗൈസ് അപ്പാപ്പൻ നമ്മളെ ഒന്ന് കണ്ടു. ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല ഉറപ്പാണ്. എവിടെയാണ് ഇയാളുടെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ആൾ ഇങ്ങോട്ട് വരില്ല. എന്നാലും കുഴപ്പമില്ല, ആൾക്ക് ആ പാലെന്തായാലും കിടക്കാൻ പറ്റില്ല. നമുക്കപ്പം നൈസായിട്ട് ഇതിനെ പോവാം. കൊട്ടത്തേങ്ങ. ഓ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇത് പോകാൻ ശരിയാണെങ്കിൽ ചിലപ്പോൾ അല്ലെ സേഫ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓ അപ്പാപ്പൻ ഗായ്സ്. അശ്യോ ജസ്റ്റ് മിസ്സാണ്. ആളാ മറ്റേ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ നൈസായിട്ട് ഇറങ്ങിപ്പോന്നു. വേഗം ഗൈസ് നമുക്ക് വേഗം പോയിട്ട് വാതിൽ തുറന്ന് ഇതെടുക്കാം. തേങ്ങ പൊളിക്കാം. തേങ്ങകളുള്ള എന്ത് തേങ്ങ നോക്കി തേങ്ങ പൊട്ടിക്കും പറയാം ഗൈസ്. ശരിയാണ് ട്രെയിനിക്ക് ഉണ്ടാവും സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റിയുടെ ഉള്ളവും ട്രെയിനിക്ക്. നേരത്തെ അപ്പാപ്പന ഇവിടെ നോക്കി നിൽക്കണ്ടായിരുന്നു കണ്ണാടിയിൽ. കൊണ്ട് പോകാനൊരു പേടി. അവിടെ പോയിണ്ടാവില്ലേ? ഉണ്ടാവോ? ഇല്ലേ? ഞാൻ പൊട്ടത്തരം കാണിച്ചത്. അയ്യോ ആള് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ നൈസായിട്ട് ആ തോക്ക് എടുക്കാന്ന് വെച്ചതാ ഗൈസ്. 4 ആയി. എന്നിട്ട് ആൾക്ക് പറഞ്ഞ കുടിക്കാന്ന് വെച്ചതാ. ഞാൻ അറിയാം വാതിലടിച്ചപ്പോൾ സൗണ്ട് കേട്ട് പോകുന്നു ആള്. എൻ്റെ പൊട്ടത്തരമാണ് ഗൈസ്. എന്നാലും എത്ര വിദഗ്ധമായിട്ടാണല്ലേ നമ്മളാ ഇങ്ങനെ എത്ര പെട്ടെന്നല്ല നമ്മൾ തോക്കുന്നത്. അതിവിദഗ്ധമായി നമ്മൾ തോക്കുകയാണ്. ഇതും ഒരു കാരണമില്ലാതെ നമ്മുടെ പൊട്ടത്തരത്തിൽ തോക്കുകയാണ്. ഇതിനെ എന്നെ നിങ്ങൾ അഭിനന്ദിക്കണം ഗൈസ്, അഭിനന്ദിക്കണം. നിങ്ങൾ എന്നെ ഇതിൽ അഭിനന്ദിക്കണം. അയ്യോ ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കാം ഗൈസ്. ആൾ ഇങ്ങോട്ട് വരില്ലാന്ന് തോന്നുന്നു. അയ്യോ സ്ഥലം മാറി ഗൈസ്. സേഫ് നമ്മുടെ ഇതുണ്ടാവും. എവിടെ നമുക്കുണ്ട് ഗൈസ്.
എവിടെയാണ് കാള്? ആള് കണ്ടുകൊണ്ട് വന്നു. അപ്പൊ അതൊന്നും സൗണ്ട് കേട്ടെ. പക്ഷെ എവിടുന്നാണ് കണ്ടത് കഴിച്ചിട്ട് അതാ മനസ്സിലാവാത്തത്. കുഴപ്പമില്ല, നമുക്കേ വേഗം പതുക്കെ ചാടി ഇറങ്ങാം. എന്തൊരു ലൈറ്റ്. പക്ഷേ ഇതിൻ്റെ വീരാട്ടം കൂടി ഇത് കൊച്ചാണൊരു പൊടി. ട്രെയിനിക്ക് തന്ന ഉപകാരമായിരുന്നു. പാഡ്ലോക്കോ ഗായ്സ്, എനിക്കൊരു ഇതുണ്ട് കേട്ടോ ഗായ്സ്, എനിക്കൊരു പ്രശ്നമുണ്ട്. പാഡ്ലോക്ക് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗായ്സ്. സത്യം ഇട്ടേക്ക് പാഡ്ലോക്ക് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ശരിയോ, എന്നാലും എവിടെയായിരിക്കും പാഡ്ലോക്ക്? ഇവിടെ ആവുമോ? ഇവിടെ എവിടെയെങ്കിലും ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ലിഫ്റ്റിലൂടെ നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം ഗൈസ്. അതടാ ഇതും ചത്ത. ഗൈസ് ഇതെന്തൊരു കഷ്ടത്. ഗൈസ് എന്നാലും നമ്മളിങ്ങനെ ചത്ത്. സാധാരണ ലിഫ്റ്റ് കൂടെ അങ്ങനെ ഇറങ്ങും, ചാവാറില്ല. ലൈഫ് 5 ദ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇതും കൂടി അങ്ങോട്ട് പോയാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇതെങ്കിലും നമുക്ക് ജയിക്കണം. പക്ഷേ പാഡ്ലോക്ക് എവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എൻ്റെ ഒരു പ്രശ്നം എന്നത് അതാണ്. എൻ്റെ പ്രശ്നം എന്നത് അതാണ് ഗൈസ്. പാഡ്ലോക്ക് എവിടെ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വേഗം പോകാം. എവിടെ ഈ അപ്പാപ്പനവിടെ? അവിടെ വേഗം ഇറങ്ങ. അയ്യോ എവിടെ? വെറുതെ സൗണ്ട് കേട്ടെ. എവിടുന്ന സൗണ്ട്? ഇടുന്ന ഞാൻ അടുക്കളയിലുണ്ടാവും ഗൈസ്. പോയി നോക്കണോ? വേണ്ട. എന്നിട്ടാണ് ആളിങ്ങോട്ട്. ഓ, ആളതിൻ്റെ മുകളിലുണ്ടായിരുന്നു ഗൈസ്. ഓ പൊളി പൊളി. ആളതിൻ്റെ മുകളിലുണ്ടായില്ല. ഞാൻ നോക്കുമ്പോൾ ആളെയും കാണില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അത് നോക്കുമ്പോൾ അപ്പാപ്പനെ സൈഡിക്ക് പോയപ്പോൾ നമ്മളിങ്ങോട്ട് പോന്നു. നമ്മുടെ ചാവി കിട്ടി. നമ്മളാ മറ്റേ എന്താ പറയുക, അത് നമ്മളുടെ 2ാമത്തെ ഫ്ലോറിലുള്ള ഡൈനിങ് ടേബിളില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ലിഫ്റ്റിന്ന്. പക്ഷെ അപ്പം ചാടിയപ്പോൾ ഒന്നും പറ്റിയില്ല. പക്ഷേ നേരത്തെ നമ്മൾ ചാടിയപ്പോൾ ചെത്തില്ല ഗൈസ്. ചിലപ്പോൾ ഹൈറ്റ് കൂടിയോണ്ടായിരിക്കില്ലേ തോന്നണേ. ഞാനിനി പാഡ്ലോക്ക് എവിടെയും തപ്പട്ടെ. അത് തപ്പിയിട്ട് വേണം. ആകെ ആക്സിലേറ്റർ മാത്രമേ ശരിയായിട്ടുള്ളൂ ഗൈസ്. ഒരു തേങ്ങ ശരിയായിട്ടില്ല. കണ്ടോ ഗൈസ്, ഇവിടുന്നാണ് ഞാൻ ചാടിയത് കേട്ടോ. ഇതൊന്നും കാണിച്ചു തരാം. കണ്ടോ, ഇവിടുന്ന് ചാടി. അപ്പയ്ക്ക് വേറെ പ്രശ്നമില്ല. ഇവിടുന്ന് ചാടിയപ്പോഴേക്ക് പ്രശ്നമില്ല ഗൈസ്. പക്ഷെ നേരത്തെ ചാടിയപ്പോൾ ആണ് ഇതായത്. ചിലപ്പോൾ ഹൈറ്റ് ഇതാ അതിൻ്റെ മുകളിൽ ഇതാ ഇവിടെ കണ്ടോ ഗൈസ്. ഇവിടുന്ന് ചാടിയോണ്ടോ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ചിലപ്പോൾ അതുകൊണ്ടാവും ഗൈസ്. എനിക്കിപ്പോൾ ഒരു പേടി ഗൈസ്. അപ്പാപ്പനെങ്ങാനും ഇത് ലാസ്റ്റ് ഡേ ആയി. അപ്പാപ്പ ഇപ്പോൾ കൊല്ലും. നല്ല പേടി. അതിനും തോറ്റു നമ്മൾ കളി. അതിലെന്താ ചെയ്യാൻ? പാഡ്ലോക്ക് എവിടെയെന്ന് അറിഞ്ഞൂടെ ഗൈസ്. എന്താ ചെയ്യുക? ചിലപ്പോൾ അപ്പാപ്പൻ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും.
നമുക്കൊരു കാര്യം ചെയ്താലോ ഗൈസ്, കുറച്ചേരം ഇങ്ങനെ ഇരിക്കാം, എന്നാലെങ്കിലും തോക്കാനുള്ള എൻ്റെ വിഷമം പോട്ടെ. ഛേ, ഞാൻ തോക്കാനില്ല, അപ്പോൾ വിഷമം അങ്ങോട്ട് പോട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും കളി തുടങ്ങി. അമ്മേ എവിടെ നേരെ പൂക്കൻ്റെ ഉണ്ടാക്കിക്കാണ് പോയത് ഗൈസ്. എന്നാലും ഇത്തിരി വിഷമം. ഓ ഗ്രാനി വന്ന അത്ര പെട്ടെന്ന്. ഹലോ അപ്പ കളിക്ക് കൊടുക്കരുത്, നമ്മളെ പടക്കം എറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ് ഗൈസ്. അമ്മൂമ്മ എത്രയെങ്കിലും നമ്മൾ കൂട്ടുകാരല്ലേ അമ്മൂമ്മ. അതാ അപ്പാപ്പ നോക്കുക സ്റ്റൈല് പോണത് കണ്ണട ഇയാളെ ഞാൻ തേറടാ പൂവ. അമ്മൂമ്മ അടുത്ത കളി നന്നോടാണ്, എന്നെ ഞാൻ കാണിച്ചു തരാട്ടോ. ഗെയിം ഓവർ. ആരും നമ്മളെ തീയിൽ കുത്ത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ വെയിലത്തന്നെ വടിച്ചു വരും. എന്നാലും നോക്കിക്കോ ഗൈസ്, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അടുത്ത ആഴ്ച ഗ്രാനിനെ ഞാൻ പൂട്ടാൻ കൊണ്ടു നോക്കിക്കോ, അന്നെങ്കിൽ ഞാൻ ജയിക്കും ഗൈസ്. ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രേ ഉള്ളൂ, അടുത്ത ആഴ്ചയെങ്കിലും നമുക്ക് ജയിക്കണം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ഇനി അടുത്ത ആഴ്ച കാണാം. എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.